ഞങ്ങളിന്ന് ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു തോരൻ വെക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കീറി ഇങ്ങനെ അരിഞ്ഞ് എടുക്കണം. ഇത് മൊത്തം അരിഞ്ഞിട്ട് ഞാൻ കാണിക്കുക. അതിന് ചതച്ചിടാനുള്ള തേങ്ങയാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 പച്ചമുളക്, ഇനി കുറച്ച് വെളുത്തുള്ളിയും എടുക്കണം. നമ്മുടെ വെള്ളരിക്കയെല്ലാം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട്. ഇനി അതിന് ചതയ്ക്കാനായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു. ഇത് ഒരൊറ്റ കറക്കിന് എടുക്കാനാണ്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി. ഞാനിനി ഇത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 മുളക് മുറിച്ചിട്ടു. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക്, ശകലം ജീരകം കൂടെ കടുക് വറക്കാൻ വേണ്ടി ഇട്ടു. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിനോട് എല്ലാം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ അരിഞ്ഞ് വെച്ചിരുന്ന വെള്ളരിക്ക കുറേശ്ശെ അതിലേക്ക് കൊടുക്കുക. ചില ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് അമർത്തി അടച്ച് ഒരടപ്പ് കൊണ്ട് അടച്ച് 5 മിനിറ്റ് വേവിക്കും. നമ്മുടെ വെള്ളരിക്ക തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശകലം പോലും വെള്ളവും ഇല്ല, ഒന്നുമില്ല. നല്ലതായിട്ടത് തോർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക.